ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴിൽ നിന്നും ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ പാൻ ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ 2. ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനെത്തുന്ന സിനിമ നേരത്തെ ജൂൺ മാസം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത സിനിമയാണെങ്കിലും ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് ജൂലൈയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. ജൂലൈ 12-ാം തീയതി സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ഇന്ത്യൻ 3 എന്ന സിനിമയുടെ ട്രെയിലർ കൂടി ഇന്ത്യൻ 2 എന്ന സിനിമയോടൊപ്പം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അനിരുദ്ധാണ് സിനിമയുടെ സംഗീതം. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ രജനികാന്ത് നായകനെത്തുന്ന കൂലി. വൻ താരനിര അണിനിരക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വരുന്ന ജൂണിലെ ആദ്യ ആഴ്ച ആരംഭിക്കുന്നതാണ്. സുധാ കോങ്കര ചിത്രം തൽക്കാലത്തേക്ക് നീട്ടിയതോടെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സൂര്യയുടെ സിനിമയാണല്ലോ കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ ഇനി പേരിട്ടിട്ടില്ലാത്ത സൂര്യയുടെ 44-ാമത്തെ സിനിമ. ഇന്നിപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സന്തോഷ് നാരായണൻ സിനിമയ്ക്ക് സംഗീതം നൽകുമെന്നാണ് സനയുടെ ജന്മദിനത്തിൽ ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗും ഉടനെ ആരംഭിക്കുകയാണ്. ജൂണിലെ ആദ്യ ആഴ്ച ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം വമ്പൻ സിനിമയുടെ അപ്ഡേറ്റുകൾ കേട്ട്. സമീപകാലത്തെ മലയാളം സിനിമകളിൽ വലിയൊരു ടൈറ്റിൽ കാണാനായിട്ട് ഇടയായ സിനിമയാണല്ലോ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ചിത്രം നാളെ മെയ് 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമ ഗു എന്ന സിനിമയാണ്. ചിത്രം ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മറ്റന്നാൾ മെയ് 17-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ മണിയൻ പിള്ള രാജുവാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ദേവനന്ദ ഒപ്പം തന്നെ സൈജു കുറുപ്പ് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. മോശമല്ലാത്ത ടീസർ ട്രെയിലർ എല്ലാം തന്നെയായിരുന്നു സിനിമയുടേതായിട്ട് പുറത്തു വന്നത്. അജിത് നായകനെത്തുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. വിടാമുയർച്ചി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കവേ വേഗം ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ. അതിക്ക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ആദ്യ ഷെഡ്യൂള് ജൂൺ 7-ാം തീയതി പൂർത്തിയാകും. ശേഷം ജൂണിലെ 3-ാമത്തെ ആഴ്ച മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന വിടാമുയർച്ചി എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് അജിത്ത് കടക്കുന്നതാണ്. സിനിമ ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട ഏറ്റവും പുതിയ നിവിൻ പോളി സിനിമയാണല്ലോ ആക്ഷൻ ഹീറോ ബിജുവിന്റെ 2ാം ഭാഗമായ ആക്ഷൻ ഹീറോ ബിജു 2. സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി ജോയിൻ ചെയ്യുക അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്കായിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയായിരിക്കും നിവിൻ നായകനെത്തുന്ന സിനിമ. ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് വൻ താരനിരയോടെ വരാനിരിക്കുന്ന മോളിവുഡിലെ വമ്പൻ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. സിനിമയുടെ അടുത്ത ഘട്ട ഷെഡ്യൂള് നാളെ മെയ് 16-ാം തീയതി പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും പുതിയ ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. ട്രിവാൻഡ്രം ഷെഡ്യൂളിന് ശേഷം 10 ദിവസത്തെ ചിത്രീകരണം സിനിമയ്ക്ക് കുട്ടിക്കാനത്തുണ്ട്. ശേഷം സിനിമയ്ക്ക് ഗുജറാത്തിൽ ജൂൺ 15 മുതൽ 35 ദിവസത്തെ ചിത്രീകരണമുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ലാലേട്ടൻ L360ന്റെ ഷൂട്ടിംഗ് ഇടവേളയിൽ എമ്പുരാൻ എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. എമ്പുരാന്റെ മുഴുവൻ ചിത്രീകരണം വരുന്ന സെപ്റ്റംബർ മാസത്തോടെ പൂർത്തിയാകും. അടുത്ത വർഷം മധ്യത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്.